ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കാണാൻ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നഗരേഷ് എത്തി. എറണാകുളം കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലാണ് ജഡ്ജി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി ലേബി സജീന്ദ്രനുണ്ട്. ലേബി സജീന്ദ്രൻ, ഹൈക്കോടതി ജഡ്ജി നേരിട്ട് സിനിമ കണ്ട് വിലയിരുത്തുക എന്ന ഒരു അപൂർവത കൂടിയുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട്. ബുധനാഴ്ചയായിരിക്കുമല്ലേ വിധി പറയുക? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലേബി സജീന്ദ്രൻ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഡോക്ടർ അരുൺ, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. അല്പം മുമ്പാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജസ്റ്റിസ് എൻ നഗരേഷ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഈ സിനിമ വിലയിരുത്തുക, അന്തിമമായി വിലയിരുത്തുക എന്ന് തന്നെ പറയാം. ജസ്റ്റിസ് എൻ നഗരേഷ് അല്പം മുമ്പാണ് ഈ പടമുകളിലുള്ള എറണാകുളം പടമുകളിലുള്ള കളർ പ്ലാനറ്റ് എന്ന സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ 10 മണിയോടുകൂടി സിനിമയുടെ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഈ സിനിമ കണ്ട് വിലയിരുത്തി അടുത്ത ബുധനാഴ്ചയാണ് ഈ കേസ് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുക. അന്ന് ഇത് സംബന്ധിച്ചുള്ള അന്തിമ വിധി, ഈ സിനിമയുടെ ഭാവി എന്നറിയാൻ സാധിക്കും. ഇന്ന് ഈ സിനിമ കണ്ട് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും സിംഗിൾ ബെഞ്ച് ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും നേരത്തെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പാലാരിവട്ടം ലാൽ മീഡിയയിൽ ഈ സിനിമ പ്രദർശിപ്പിക്കാമെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നത്. അതുപ്രകാരം അത് തന്നെ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ ഇന്നലെ രാത്രി ഇത് മാധ്യമങ്ങളിലേക്കൊക്കെ ഈ വാർത്ത വന്നു. ലാൽ മീഡിയയിലാണ് പ്രദർശിപ്പിക്കുന്നത് എന്നുള്ള കാര്യം പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ ജഡ്ജി സ്ഥലം മാറ്റണം എന്നുള്ള നിർദ്ദേശം അണിയറ പ്രവർത്തകർക്ക് കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് ഇന്നലെ രാത്രിയാണ് കളർ പ്ലാനറ്റ് എന്നുള്ള ഈ സ്റ്റുഡിയോയിലേക്ക്, ഇത് ദിലീഷ് പോത്തന്റെയും ഫഹദ് ഫാസിലിന്റെയും ഒക്കെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോയാണ്, ഇങ്ങോട്ട് ഈ സിനിമയുടെ പ്രദർശനം മാറ്റാൻ അണിയറ പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് സിനിമയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് ഇവിടെ വച്ചിരിക്കുന്നത്. ഈ സിനിമയിലേക്ക് ഇങ്ങോട്ട് ഈ പ്രദർശനം നടക്കുന്ന സ്റ്റുഡിയോയിലേക്ക് സിനിമയുടെ അണിയറ പ്രവർത്തകർ ആരും തന്നെ വരരുത് എന്നുള്ള കർശന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഹൈക്കോടതി ജസ്റ്റിസ് എൻ നഗരേഷ് ഉണ്ട്. അദ്ദേഹത്തോടൊപ്പം ഈ സ്റ്റുഡിയോയിലെ 2 ടെക്നീഷ്യന്മാർ, ഇത് പ്രദർശിപ്പിക്കുന്നതിനുള്ള 2 ടെക്നീഷ്യന്മാർ, ഒപ്പം തന്നെ ഈ സിനിമ സാധാരണ സെൻസർ ബോർഡിന് മുന്നിൽ എത്തിക്കുന്നതിന്റെ ഇതിന്റെ മീഡിയേറ്ററായി നിൽക്കുന്ന ഒരു ടെക്നീഷ്യൻ കൂടെയുണ്ട്. അല്ലെങ്കിൽ ഈ സെൻസർ ബോർഡിലേക്ക് സിനിമകളൊക്കെ എത്തിക്കുന്ന ഒരാളുണ്ട്. അത് ടെക്നീഷ്യൻ അല്ല പറയേണ്ടത്, ജിതിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും ഇതിനൊപ്പം കയറിയിട്ടുണ്ട്. ഇത്രയും പേർ മാത്രമാണ് ഇപ്പോൾ ചിത്രം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന്റെ പ്രദർശനം ആരംഭിച്ചിട്ടുണ്ട്. ഈ ചിത്രം ഇന്ന് ജസ്റ്റിസ് എൻ നഗരേഷ് കണ്ട് വിലയിരുത്തിയതിനു ശേഷമായിരിക്കും സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ച ഈ ചിത്രത്തിന് പ്രദർശനം നൽകണമോ, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രത്തിന്റെ ടൈറ്റിലിൽ നിന്ന് ജാനകി മാറ്റണമോ, ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ജാനകിയുടെ പേര് ചിത്രത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള പേരാണത്, ആ പേര് മാറ്റി അത് റീഡബ് ചെയ്യണമോ എന്നുള്ള തീരുമാനം ഇന്ന് ഇത് കണ്ട് ഈ പ്രദർശനം കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമായിരിക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തീരുമാനിക്കുക. ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തരത്തിലേക്ക് ഒരു സിനിമയുടെ പേര് മാറ്റണമോ, അത് ജഡ്ജി തന്നെ കണ്ട് ബോധ്യപ്പെട്ട് മാറ്റുന്ന ഇതൊക്കെ, ഈ നടപടിക്രമങ്ങളൊക്കെ വളരെ അസാധാരണമാണ്. ആ ഒരു നടപടിക്രമങ്ങളിലേക്കാണ് കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത്. സെൻസർ ബോർഡ് നേരത്തെ കഴിഞ്ഞ മാസം 18-ാം തീയതി തിയേറ്ററിൽ വന്ന് ജഡ്ജി അവിടെ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലെത്തി സിനിമ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. ഈ സെൻസർ ബോർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ മിനിസ്റ്റർ വി ശിവൻകുട്ടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടായിരുന്നു. എന്തായിരുന്നെന്ന് അറിയാമോ? എന്റെ പേര് ശിവൻകുട്ടി, സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി എന്ന് പറഞ്ഞൊരു മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെയൊക്കെ വിധി വന്നു കഴിഞ്ഞാലുള്ളൊരവസ്ഥയെ.